ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയി മരണമടഞ്ഞിട്ട് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ഒരാഴ്ച കാലയളവിൽ പോലും പലരെയുമാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഖമനേയി മരിച്ചതിനെ കുറിച്ച് വളരെ വേദനയോടുകൂടി പറയുന്നവരെയും വേദനയോടുകൂടി കമന്റ് ചെയ്യുന്നവരെയും കണ്ടത്. അലി ഖമനേയുടെ അതായത് അയത്തുള്ള അലി ഖമനേയുടെ തനിക്കുണം അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്നതാണ് പലരും ചോദിച്ചു പോയത്. ഇപ്പോഴിതാ US പട്ടാള വനിതയിൽ നിന്നും US പട്ടാള ഉദ്യോഗസ്ഥയിൽ നിന്ന് പോലും ഇന്ത്യക്കാർക്ക് തെറിവിളി അഭിഷേകമാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഖമനേയ്ക്ക് വേണ്ടി എന്തിനാണ് ഇന്ത്യക്കാർ ഇങ്ങനെ കരയുന്നത് എന്നാണ്. ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ മരണത്തിന് പിന്നാലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് അമേരിക്കൻ സൈന്യത്തിലെ ഇന്ത്യൻ വംശജയായ ഉദ്യോഗസ്ഥ ശിൽപ ചൗധരി രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇവരുടെ ഈ അഭിപ്രായങ്ങൾ. US ആർമിയിൽ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ശിൽപ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഇന്ത്യയിലെ പ്രതിഷേധങ്ങളുടെ പ്രായോഗികതയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നത്. ആരാണ് ശിൽപ ചൗധരി എന്ന് നോക്കാം. ഇന്ത്യയിൽ ജനിച്ച ശിൽപ ചൗധരി തന്റെ 38-ാം വയസ്സിലാണ് US സൈന്യത്തിൽ ചേരുന്നത്. നിലവിൽ അമേരിക്കൻ ഗ്രീൻ കാർഡ് ഉടമയായ അവർ സൈന്യത്തിലെ കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. 3 കുട്ടികളുടെ അമ്മയാണ് ശിൽപ. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ തന്റെ സൈനിക ജീവിതത്തെക്കുറിച്ചും പരിശീലനങ്ങളെക്കുറിച്ചും പതിവായി വീഡിയോകൾ പങ്കുവെക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അവരുടെ പുതിയ പ്രതികരണം ശ്രദ്ധ നേടുന്നത്. പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള വിമർശനം ആണ് പുറത്തു വരുന്നത്. US ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന പ്രതിഷേധങ്ങളെ ശിൽപ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യത്തെ സംഭവ വികാസങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ തെരുവിലിറങ്ങിയതിന്റെ യുക്തിയെ ആണ് അവർ ചോദ്യം ചെയ്യുന്നത്. ശിൽപ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. മതപരമായ വികാരങ്ങൾ വ്രണപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുക? സംസ്ഥാന സർക്കാരിനോടാണോ നിങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്? ഈ വിഷയത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശിൽപ വീഡിയോയിൽ ചോദിക്കുന്നു. ഇത്തരം പ്രവർത്തികൾ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ പരിഹാസ്യമാക്കുന്നു എന്നും ശിൽപ അഭിപ്രായപ്പെട്ടു. ഇറാനിലെ ജനങ്ങൾ തന്നെ ഖമനേയുടെ മരണത്തിൽ സന്തോഷിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് എന്തിനാണ് വികാരധീരനാകുന്നത് എന്നതാണ് ചോദ്യം. എന്തായാലും ആ ചോദ്യത്തിന് ഇവിടെ പ്രാധാന്യം ഏറുകയാണ്. താൻ മുസ്ലിം വിരോധിയല്ലെന്നും ശിൽപ വ്യക്തമാക്കുന്നുണ്ട്. തനിക്കടുത്ത മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്നും അവർക്കൊപ്പം പെരുന്നാൾ ആഘോഷിക്കാറുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. തന്റെ പോരാട്ടം തീവ്രവാദത്തിനും അന്ധമായ നിലപാടുകൾക്കുമെതിരെ മാത്രമാണ് എന്നും അവർ അടിവരയിട്ടു. വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം വസ്തുതകൾ മനസ്സിലാക്കണമെന്നും നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്നു ചാടാതിരിക്കൂ എന്നും ശിൽപ ഇന്ത്യയിലെ യുവാക്കളെ ഉപദേശിച്ചു. ശിൽപയുടെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ശിൽപ ഉന്നയിച്ച കാര്യങ്ങൾ പ്രായോഗികമാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അവരെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ആക്രമണം നടത്തിയ സൈന്യത്തിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തെ ചോദ്യം ചെയ്താൽ ശിൽപയ്ക്ക് അധികാരമില്ല എന്ന്, അങ്ങനെ ചോദ്യം ചെയ്യാൻ പോലും ശിൽപയ്ക്ക് അധികാരമില്ല എന്നാണ് വിമർശനങ്ങളുടെ പക്ഷം. സംഘർഷത്തിലെ മാനുഷിക വംശങ്ങളും അന്താരാഷ്ട്ര നിയമലംഘനങ്ങളും അവർ വിസ്മരിക്കുകയാണ് എന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. US ആർമിയിൽ ജോലി ചെയ്ത് ഇന്ത്യക്കാരെ രാജ്യസേവനം പഠിപ്പിക്കാൻ വരേണ്ട എന്നും ചിലർ വിമർശിച്ചു. കഴിഞ്ഞ ആഴ്ച അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി അടക്കം കൊല്ലപ്പെട്ടത്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളും ആണവ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. ഇതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നുമുണ്ട്. ഖമനേയുടെ മരണത്തെ തുടർന്ന് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലടക്കം വലിയ പ്രതിഷേധം അരങ്ങേറിയിട്ടുണ്ട്. അയത്തുള്ള അലി ഖമനേയുടെ മകനെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തതിൽ കടുത്ത ഇറാൻ പക്ഷപാതികൾക്ക് ആഹ്ലാദം. അതേസമയം ശത്രുക്കൾക്കെതിരായ മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം 3 മുതിർന്ന പുരോഹിതന്മാരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മൊജ്തബ ഖമനേയിയെ ഭരണകൂടത്തിലെ 88 അംഗ അസംബ്ലിയിൽ നിയമിച്ചതിന് ശേഷം ഇന്നലെ അയത്തുള്ള ഭിൻഗാമിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ഗാഢമായ ബന്ധമുള്ള നേതാവാണ് ഇയാൾ. ഇവരുടെ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായിട്ടാണ് മൊജ്തബയെ പദവിയിലേക്ക് നിയോഗിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഖമനേയുടെ പിൻഗാമിയെ തീരുമാനിച്ചതായി സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവർ അദ്ദേഹത്തിന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതും കൂടുതൽ ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതും കാണിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ആർത്തുവിളികളായിരുന്നു അധികവും.
മേഖലയിലെമ്പാടുമുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഇറാനിയൻ സൈന്യം പ്രഖ്യാപിച്ചിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിലെ സർക്കാരുകൾ കുറ്റവാളികളായ അമേരിക്കയ്ക്കും ക്രൂരമായ സൈനിസ്റ്റ് ഭരണകൂടത്തിനും എത്രയും വേഗം ഇത്തരം ഭീരുവും മനുഷ്യത്വരഹിതവുമായ നടപടികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇറാന്റെ കേന്ദ്ര സൈനിക കമാൻഡിന്റെ വക്താവ് ഇബ്രാഹിം സോൾഫാഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഖമനേയിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ ടെഹ്റാനിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതായി രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മുഷ്തബയുടെ നിയമനം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ടെഹ്റാനിലെ എക്ബദാൻ പരിസരത്തുള്ള വീടുകളുടെ ജനാലുകളുടെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുവെന്നാണ് റിപ്പോർട്ട്. മുഷ്തബയ്ക്ക് മരണമെന്ന പേർഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന 17 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പെർട്ടൈസ് ഞായറാഴ്ചയാണ് മുഷ്തബയെ പരമോന്നത നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തത്. ഇറാനിലെ വിപ്ലവ പാരമ്പര്യത്തിനും വിരുദ്ധമായി അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറുന്നതിനെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം എതിർക്കുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി അടുത്ത ബന്ധമുള്ള മുജ്തബ ഖമനേയി തന്റെ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനാണെന്നാണ് അറിയുന്നത്.